ടെസർ സാരി ലവേഴ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ടെസേഴ്സ് അവൈലബിൾ ആക്കാൻ. ഇപ്പോൾ ബാംബു ടെസർ എന്ന പേരിൽ ടെസറും യാൻസും കോട്ടൺ യാൻസും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ബാംബു ടെസർ എന്ന പേരിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ കളക്ഷനാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്, ഒരു ഡാർക്കർ ഒലിവ് ടോൺ. ഫുള്ളായിട്ട് ഇക്കത്തിൻ്റെ അതേ ഒരു വീവിങ് പാറ്റേൺ സ്റ്റൈലാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞേക്കാം. 3699 ആണ് ഇത്രയും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ പ്രൈസ് റേഞ്ച്. ഈ ഒരു വീവിങ് ഡിസൈൻ മാത്രമല്ല കേട്ടോ, 2 ഡിഫറെൻറ്റ് വീവിങ് ഡിസൈൻസും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഫോട്ടോസും ഡ്രേപ്ഡ് ഫോട്ടോസും അറിയാം. അപ്പോൾ ഇതേ അങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗൗരിയായിട്ട് ഡിഫറെൻറ്റ് ഡിസൈൻ ഡ്രേപ്പ് ചെയ്ത് യുണീക്ക് യൂസ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ടെസറിൻ്റെ അതേ ഫീലിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഡാർക്കർ ഒലിവ് ഷെയ്ഡാണ്. ACT 1182 എന്ന കോഡിലാണ് ഈ കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, ഇത്രയും ബോഡിയിൽ വീവിങ് പാറ്റേൺസ് വന്നിരുന്നതാണ്. പല്ലുവിൻ്റെ പോർഷൻ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അത് ത്രെഡ് വീവിങ് പാറ്റേണിൻ്റെ 2 ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, അതായത് ഇടയ്ക്ക് വീവിങ് സ്റ്റൈൽസ് വന്നിട്ടുണ്ട്. ഇത് അയൺ ചെയ്തേക്കുന്നതാണ്, അതൊരു ഇച്ചിരി ഇതായിട്ടായിരിക്കുന്നത്. നമ്മൾ ഒന്ന് ഡ്രൈ വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർച്ച് ഇച്ചിരി കൂടെ പോകും, ഇച്ചിരി ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യും. അത് കോട്ടൺസും കൂടെ ബ്ലെൻഡഡ് ആയത് കാരണം സ്റ്റാർച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ഇച്ചിരി കൂടെ കട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ത്രൂ ഔട്ട് സാരി ഇതുപോലെ തന്നെ ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. പിന്നെ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഇപ്പം ഒറ്റ കളറിൽ പോകുന്നതിന് പകരം ഇതേപോലത്തെ സാരി എടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളർ ഷെയ്ഡിൽ ചെയ്താലും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നേവി ബ്ലൂ. അതിനകത്ത് ക്ലോസറിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേശി ടെസറിൻ്റെ ആ ഒരു ബേജ് യാൻസ് ആണ്. ഇത് കണ്ടോ ഫുള്ളായിട്ട്, ഇത് പവർ ലൂംഡാണ് കേട്ടോ. ഇത് ബേസ്ഡ് ദേശി ടെസറിൻ്റെ ആ ഒരു യാൻ കളറാണ് ഇതിനകത്ത് വീവിങ് ബൂട്ടാസ് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ബാസ്ക്കറ്റ് വീവിങ്ങിൻ്റെ ഒരു പാറ്റേൺ സ്റ്റൈൽ ഫുള്ളായിട്ട് വീവിങ് സ്റ്റൈലിനകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കളർ, സെക്കൻഡ് കളർ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ബേൺഡ് ഓറഞ്ച് ലുക്കിൽ വന്നിരിക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ പാലറ്റ്. ഓരോന്നിനും ഒരു കളർ ഷെയ്ഡ്സ് വെച്ചിട്ടൊരു ചെറിയ സട്ടിൽ ഷൈനും ഉണ്ട് കേട്ടോ. ആ ഒരു ഓരോ കളറിനകത്തും ആ ബേജ് കളറിന് കൂടെ മേർജ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാതെ എപ്പോഴും അതിനൊരു വീവിങ് പാറ്റേണിനകത്ത് തന്നെ ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഫിനിഷിങ്ങും വരും. ഇതാണ് എൻ്റെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ആൻഡ് ഡാർക്കർ ടീ എപ്പോഴും ഗൗരി പറയാറുണ്ട്, ഗൗരിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ്, കാണുമ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു കളറാണെന്നൊക്കെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടായിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്, ആ ഒരു ഡാർക്കർ ടീൽ ടോൺ. അതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പാലറ്റാണ്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഒരു ഇച്ചിരി ഒരു സ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഫീലാണ് ഇരിക്കുന്നത്. കാരണം ഫ്രഷ് പീസായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് ഉടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് എയറേറ്റ് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് യൂസ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സ്റ്റാർച്ച്ഡ് അല്ലാത്ത രീതിയിൽ വാഷ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റാർച്ച്ഡ് ആണെങ്കിൽ ഭയങ്കര സ്റ്റിഫായി പോകും. അപ്പം അങ്ങനെ വരാതെ ഇച്ചിരി ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഷിൽ ക്ലിയർ ചെയ്യുക. ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ആൻഡ് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് വൺ ഓൾ ടൈം ഫേവറേറ്റ് ടെസർ ബർഗൻഡി കളർ. ഇങ്ങനത്തെ ഫുൾ ജക്കാർഡ് വീവിങ്ങിനകത്ത് ഇതുപോലത്തെ ഡിസൈനർ വീവിങ്ങിനകത്ത് പ്യുവർ ടെസറിനകത്തും വന്നിരിക്കുന്ന സാരീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 9500 to 11500 റേഞ്ചിലാണ്. അത് ഡിപ്പെൻഡിങ് ഓൺ യാൺസ് ആണോ ജെറി ആണോ എന്നുള്ളതനുസരിച്ച്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് വിസിറ്റ് ചെയ്യാം. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു. എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പാറ്റേണും ആണ്. നമുക്ക് എത്ര കണ്ടാലും എപ്പോഴും പുതുമ അതേപോലെ നിലനിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. പണ്ടത്തെ മൂവീസിൽ നോക്കിയാലും ഈ ഒരു കളർ കോമ്പിനേഷനും പാറ്റേണും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും അതിന് ഒരിക്കലും ആ ഒരു പുതുമ പോകത്തില്ല കേട്ടോ. ആ ഒരു മസ്റ്റർഡ് യെല്ലോ ആൻഡ് റെഡിൻ്റെ, റൂബി റെഡിൻ്റെ ഒക്കെ ഒരു സിമിലർ റെഡിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരി. ഫുള്ളായിട്ട് സാരിയിൽ ഡയമണ്ടിൻ്റെ ഒരു പാറ്റേൺ ആട്ടോ വന്നേക്കുന്നത്. ദെൻ ബോർഡറിൽ വരുമ്പോൾ ജോമെട്രിക് പാറ്റേണിൻ്റെ ഒരു ലുക്കാണ് ബോർഡറിൽ വന്നേക്കുന്നത്. നല്ല ബ്രോഡായിട്ട് വന്നേക്കുന്ന ലോവർ ബോർഡർ ആട്ടോ. അപ്പർ ബോർഡർ ലോവർ ബോർഡറിനേക്കാളും കുറച്ചൊന്ന്
വിത്ത് കുറവാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത്രയും സിംഗിൾ പ്ലീറ്റ്സ് ഇടുമ്പോഴാണ് ഈ ഒരു പാറ്റേണിൻ്റെ ഒരു ലുക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു വിത്തിനനുസരിച്ച് നമുക്ക് ഷോർട്ട് ആക്കാം കേട്ടോ ഈ ഒരു ലുക്ക്. ദെൻ പല്ലുവിലേക്ക് വരുമ്പോൾ ഹെവി ആയിട്ടുള്ള ജോമെട്രിക് പാറ്റേണിൽ തന്നെ വന്നേക്കുന്ന പല്ലുവാണ്. ദെൻ ബ്ലൗസ് പീസും ഫുള്ളായിട്ട് ബ്രൊക്കേഡ് ആയിട്ട് ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. വേറെ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാട്ടോ വരുന്നത്. ആ ഒരു യെല്ലോയിൻ്റെ കൂടെ ആ ഒരു റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ ബ്ലൗസ് പീസ്. ദെൻ ഇതിൻ്റെ കോഡ് വരുന്നത് GR130, പ്രൈസ് റേഞ്ച് വരുന്നത് 9499 ആട്ടോ. ഇത് സോഫ്റ്റ് സിൽക്കിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് GR125 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത്. 8599 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള വേറൊരു സാരി. ആ ഒരു പാറ്റേണും ഡിസൈനും അനുസരിച്ച് ചെറിയ വേരിയേഷൻ പ്രൈസിലും വരും കേട്ടോ. ഇതൊരു ഡാർക്ക് റെഡിൻ്റെ കൂടെ ഒരു ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. ബോഡിയിൽ ഫുള്ളായിട്ടൊരു ഡയമണ്ട് പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. പല്ലുവിൽ വരുമ്പോൾ ഒരു ജോമെട്രിക് ലുക്കാണ് പല്ലുവിലും വന്നേക്കുന്നത്. പല്ലുവിലും ബോർഡറിലും ആ ഒരു ജോമെട്രിക് പാറ്റേണിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ദെൻ ബ്ലൗസ് പീസ് ഫുള്ളി ബ്രൊക്കേഡ് ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസ്. ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടിയാണ് കേട്ടോ ബ്ലൗസ് പീസും വന്നേക്കുന്നത്. ഞാൻ വേറെ ഇതേക്കുന്ന സാരി എങ്ങനെയുണ്ട്? നല്ലൊരു കളറല്ലേ, ഒരു നമ്മൾ പനിനീർ റോസിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, ലൈറ്റ് റോസ് ഷെയ്ഡ്, ആ ഒരു കളറാട്ടോ. നല്ലൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ഷൈനി ഫീൽ കൂടെ നമുക്ക് തോന്നുന്നുണ്ട്. ഫുള്ളായിട്ട് ട്രഡീഷണൽ മോട്ടീഫിലാട്ടോ ഈ ഒരു സാരി വന്നേക്കുന്നത്. ആ ഒരു സർക്കിളിനകത്ത് തന്നെ പീക്കോക്കിൻ്റെ ഒക്കെ ഒരു സിമിലർ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ മോട്ടീവ്സിൻ്റെ സ്ട്രെയിറ്റ് ലൈൻസും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല്ലുവിൽ വരുമ്പോഴത്തേനും ഒരു സ്മാൾ ആൻഡ് ബിഗ് ആയിട്ടുള്ള സർക്കിൾസിൻ്റെ ഒരു ലുക്കാണ് പല്ലുവിൽ വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ബോർഡർ പാറ്റേൺ പോലെ ഒരു ട്രഡീഷണൽ ലുക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർ ഷെയ്ഡ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ ഷെയ്ഡ്. ദെൻ ഇതിൻ്റെ കോഡ് വരുന്നത് KRK 375, പ്രൈസ് റേഞ്ച് വരുന്നത് 1999. സെമി സിൽക്കിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു 2 ഷെയ്ഡും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേയിൻ്റെ ഒരു കളറാട്ടോ. ഇതിൽ ഫുള്ളായിട്ട് സിൽക്ക് യാൺസ് വെച്ചിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സെയിം നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ സെയിം ലുക്കും സെയിം പാറ്റേൺ ഒക്കെ കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. അധികം ലൂസ് യാൺസ് ഒന്നും അധികം ഇല്ല കേട്ടോ. ദെൻ ഇതിൻ്റെ സെയിം ലുക്കിൽ തന്നെയാണ് നമ്മുടെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. പല്ലുവിൻ്റെ സെയിം ലുക്ക്, ആ ഒരു സ്മോൾ ആൻഡ് ബിഗ് ഡോട്ട്സിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് മെറൂൺ ആട്ടോ. ഒരു ഓറഞ്ച് ടിൻറ്റിൽ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ്. ഇതിൽ ആ ഒരു ഓറഞ്ച് ആ ഒരു മെറൂണിൻ്റെ കൂടെ ഒരു റെഡിൻ്റെ ഒരു യാൻസും കൂടെ വന്നപ്പോഴത്തേനും ഒരു നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റൈല്. KRK 375 എന്ന കോഡിലാണ് ഈ 3 സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1999 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.